അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വനിതാ നിലാവ് ഖുറാനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനലിൽ വളരെയധികം എഫക്റ്റീവാകുന്ന രീതിയിൽ ഉത്തരം കിട്ടിയിട്ടുള്ള വെള്ളിയാഴ്ച ദിവസത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അമലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇന്ന് റബീഉൽ അവ്വൽ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസമാണ്. ഈ ഒരു ദിവസത്തിന് ഒരുപാട് പോരിശകളുണ്ട്. അപ്പോൾ അത്രയും പോരിശ നിറഞ്ഞിട്ടുള്ള ഒരു അമലിനെ തന്നെ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അത്രയും എഫക്റ്റീവാകുന്ന രീതിയിൽ ഉത്തരം കിട്ടുന്ന ഈ ഒരു അമലിൻ്റെ ഒരനുഭവം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഒന്ന് നോക്കാം ഇൻഷാ അള്ളാഹ്. അൽഹംദുലില്ലാ, ഈ ദുആ 100 തവണ ഞാൻ ചൊല്ലി എൻ്റെ ആഗ്രഹത്തിനായിട്ട് ദുആ ചെയ്തിരുന്നു. ഞാൻ 3 വെള്ളിയാഴ്ച അടവിച്ച് ചെയ്യണം എന്നാണ് നിയത്ത് വെച്ചിരുന്നത്. ആദ്യത്തെ വെള്ളിയാഴ്ച തന്നെ എൻ്റെ ആഗ്രഹം സാധിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അന്ന് അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. സത്യത്തിൽ എനിക്ക് കുറച്ച് നിരാശ തോന്നി. എങ്കിലും ഞാൻ ദുആ നിർത്തിയിട്ടില്ല. പടച്ചോനിൽ വീണ്ടും ഒരു പ്രതീക്ഷ വെച്ച് വീണ്ടും ദുആ ചെയ്തു. ആദ്യ വെള്ളിയാഴ്ച കഴിഞ്ഞിട്ടും മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അല്ലാഹ് എനിക്ക് നല്ലത് തന്നെ നൽകുമെന്ന ഒരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ വെള്ളിയാഴ്ച എത്തി. അപ്പോഴേക്കും ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ എൻ്റെ കാര്യം ശരിയായി തുടങ്ങി. ഞാൻ ആഗ്രഹിച്ചിരുന്ന കാര്യം എനിക്ക് സാധിച്ചു കിട്ടി. ഇതറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ആ നിമിഷം ആദ്യം മനസ്സിൽ വന്നത് അൽഹംദുലില്ലാ എന്നായിരുന്നു. കാരണം ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെ ദുആ ചെയ്ത കാര്യമായിരുന്നു അത്. ആദ്യ ദിവസം തന്നെ കിട്ടിയില്ലെന്ന് കരുതി ഞാൻ നിരാശപ്പെട്ടിരുന്നു. പക്ഷേ കുറച്ച് സമയം കൂടി കാത്തിരുന്നപ്പോൾ അല്ലാഹ് എനിക്ക് വഴിയൊരുക്കി തന്നു. എല്ലാ കാര്യത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ടെന്ന് അപ്പോഴാണ് എനിക്ക് കൂടുതൽ മനസ്സിലായത്. നമ്മൾ ചോദിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഉത്തരം കിട്ടണമെന്നില്ലല്ലോ. ചിലപ്പോൾ കുറച്ച് വൈകും. അതുകൊണ്ട് ദുആ ചെയ്തിട്ട് പെട്ടെന്ന് നിരാശപ്പെടരുതില്ലേ. നമ്മുടെ റബ്ബിൽ നമ്മൾ പ്രതീക്ഷ വെക്കുക. ഞാനും അങ്ങനെ തന്നെയാണ് കാത്തിരുന്നത്. ഒടുവിൽ എൻ്റെ കാര്യം സാധിച്ചപ്പോൾ മനസ്സിന് വലിയൊരു സമാധാനം തോന്നി. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്. എനിക്കുണ്ടായ ചെറിയൊരു അനുഭവമാണിത്. മറ്റുള്ളവർക്കും പ്രതീക്ഷ ഈ ഒരു കമൻറ്റ് കൊണ്ട് നൽകട്ടെ. ഇതാണ് ആ ഇത്തരുടെ ഒരു കമൻ്റായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു ദുആ ഏതാണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കിയാലോ. അതിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പായിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകളൊന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. ഇതിന് അർഹതപ്പെടുന്നവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ ചെയ്യാം. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ശ്രമിക്കുക. ഈ ഒരു വെള്ളിയാഴ്ച ദിവസം വെറും 15 മിനിറ്റ് തവണ നമ്മൾ മാറ്റി വെക്കാൻ തയ്യാറായാൽ മതി. ഈ ഒരു വെള്ളിയാഴ്ച അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത വെള്ളിയാഴ്ചയാകുമ്പോഴേക്കും എന്ത് ഉദ്ദേശിച്ച കാര്യത്തിനാണോ നിങ്ങൾ ഈ ഒരു ദിക്റിനെ ചൊല്ലിയിട്ടുള്ളത് ആ കാര്യം നിങ്ങൾക്ക് നേടിക്കിട്ടിയിട്ടുണ്ടാകും. അത് നമ്മൾ പോലും അറിയാത്ത രീതിയിലൂടെ. അതിന് സമ്പത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ അറിയാത്ത രീതിയിൽ സമ്പത്ത് വന്നു ചേരും. കടങ്ങൾ വീടാനാണെങ്കിൽ നമ്മൾ അറിയാത്ത രീതിയിൽ നമുക്ക് കടങ്ങൾ വീട്ടി കിട്ടാനുള്ള മാർഗങ്ങൾ റബ്ബ് സുബ്ഹാനഹു തആല കാണിച്ചു തരും. അതേപോലെ തന്നെ രോഗങ്ങൾക്ക് ശിഫായിനാണെങ്കിലും അതും റബ്ബ് സുബ്ഹാനഹു തആല ശിഫ നൽകും. അപ്പോൾ അസ്മാഉൽ ഹുസ്നയുടെ കൂടെയുള്ള ഒരു പ്രാർത്ഥനയാണ് ഇത്. ഈ ഒരു പ്രാർത്ഥന എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് നമുക്ക് നോക്കാം. വെള്ളിയാഴ്ച ദിവസം 70 വട്ടം നമ്മൾ 2 ജുമഅക്കിടയിൽ പറയുകയാണ് വേണ്ടത്. ആ ഒരു സമയത്ത് എന്തൊരു കാര്യം ചോദിച്ചിട്ടാണോ അവൻ ഈ ഒരു ദുആയെ പറയുന്നത് ആ ഒരു കാര്യത്തെ റബ്ബ് സുബ്ഹാനഹു തആല പുലർത്തി കൊടുക്കും എന്നുള്ളതാണ്. അല്ലാഹുമ്മ യാ ഗനിയു യാ ഹമീദു യാ മുബ്ദിഉ യാ മുഈദു യാ റഹീമു യാ വദൂദു അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിത്വാഅതിക അൻ മഅസിയതിക വബിഫളിക അമ്മൻ സിവാക്. ഇതാണ് ആ ഒരു ദിക്ർ. ഒരു തവണ കൂടെ നമുക്ക് ചൊല്ലി നോക്കാം. അല്ലാഹുമ്മ യാ ഗനിയു യാ ഹമീദു യാ മുബ്ദിഉ യാ മുഈദു യാ റഹീമു യാ വദൂദു അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിത്വാഅതിക അൻ മഅസിയതിക വബിഫളിക അമ്മൻ സിവാക്. ഈ ഒരു ദിക്റിനെ വെള്ളിയാഴ്ച ദിവസം നിങ്ങളൊരു മഗ്‌രിബിന് മുമ്പായിട്ടൊക്കെ 100 തവണ ചൊല്ലാൻ തയ്യാറാകുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് ആ ഒരു കാര്യം റബ്ബ് സുബ്ഹാനഹു തആല സാധിപ്പിച്ചു തരും. ഇനി നിങ്ങൾക്ക് 100 തവണ ചൊല്ലാൻ സാധിക്കുന്നില്ല എന്നാണെങ്കിൽ 70 തവണ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. എന്താണെങ്കിലും ഒരു 15 മിനിറ്റ് 20 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു അമലിനെ ചൊല്ലി തീർക്കാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അമൽ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ വെള്ളിയാഴ്ച ദിവസമാണ്, നമുക്ക് ഒരുപാട് അമലുകൾ വേറെയും ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ തിരക്കുകളൊക്കെ അവസാനിപ്പിച്ചതിന് ശേഷം ഒറ്റയ്ക്കിരുന്ന് ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രമിക്കാം. അങ്ങനെ ചെയ്യുമ്പോഴുള്ളൂ നമുക്കൊന്നുകൂടെ ഒരു പ്രതിഫലം കൂടി കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇൻഷാ അള്ളാഹ്. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ആവശ്യത്തോടു കൂടെ നിർത്തട്ടെ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാട്ടില്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.